നമ്മൾ ഇന്നലെ വയനാട്ടില് സെമിനാറിൽ പങ്കെടുത്തപ്പോ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. മൂപ്പരെ വീട്ടിലാണ്, രാജീവ് പറഞ്ഞ ഏട്ടന്റെ വീട്ടിലാണ് പശുക്കളുണ്ട്. 20 പശുക്കളല്ലേ, 20 പശുക്കളാണ്. അപ്പൊ മൂപ്പരെ തീറ്റയും കാര്യങ്ങളും നമ്മൾ ഇന്നലെ സെമിനാറിൽ പങ്കെടുത്തിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി മാറ്റങ്ങൾ വരുത്താനുള്ളത് എന്നൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം നമ്മള് സെമിനാറിൽ കുറെ പഠിച്ചല്ലോ, തീറ്റേന്റെ മാറ്റങ്ങളും നമ്മള് പശു വളർത്തലിന്റെ രീതി തന്നെ കുറെ മാറ്റാന് അവിടെ പറഞ്ഞു. പക്ഷെ എല്ലാം കൂടെ ഒറ്റടിക്ക് മാറ്റാൻ പോലും പറയണില്ല. 2035 വരെ ആവുമ്പോത്തിനെങ്കിലും നമ്മളെ രീതികൾ മാറ്റണം എന്നാണ് ഇന്നലെ നമ്മളെ സെമിനാറിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട്? അപ്പൊ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത്രയാണ്. കാരണം നമുക്ക് എങ്ങനെയാണ് ലാഭകരമാക്കുക എന്നുള്ളത് മാത്രമാണ്, തീറ്റ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. ഇതിലേക്ക് വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ വീട്ടില് പശുക്കളും മുരിയും എരുമയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ അച്ഛൻ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു രീതിയിലാണ് നമ്മൾ കന്നുകാലിനെ വളർത്തിയിരുന്നതും എല്ലാം നമുക്ക് ആ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നേരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലായിരുന്നു വളർത്തിയിരുന്നത്. അതായത് പശുക്കൾക്ക് കൊടുക്കേണ്ട രീതി എന്താണെന്നും അറിയില്ല, ഇവർക്ക് എത്ര അറകളുണ്ടെന്ന് നമുക്കും അറിയില്ല, അച്ഛനും അറിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനൊരു ബേപ്പൂരിൽ കോഴിക്കോട് ഒരു 5 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിരുന്നു. അതിനുശേഷമാണ് ഞാൻ അന്ന് മീനങ്ങാടി ക്ഷീരസംഘത്തിന്റെ അവിടെ നിന്ന് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ പോയി അതിലും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനുശേഷം ഞാൻ വെച്ചാൽ പശുവിനെ ചൂടാക്കി വെള്ളം കൊടുക്കുന്ന രീതി മാറ്റി. അന്ന് വെച്ചാൽ എല്ലാം ചൂടാക്കി കഞ്ഞി വെച്ച് അങ്ങനെയാ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു 5 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിരുന്നു. അവിടെ നിന്ന് കുറേ ക്ലാസ്സുകൾ കേട്ട് അതിന്റെ ഒരു മാറ്റം ഞാൻ ഇവിടെ വരുത്തിയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഈ പശുവിന് ഞാൻ തീറ്റ കൊടുത്തിരുന്നത് കഞ്ഞി വെച്ചും വെള്ളം ചൂടാക്കി അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലായിരുന്നു. അപ്പൊ അന്ന് ആ ക്ലാസ്സിന് ശേഷമാണ് ഈ പശുവിന് 4 അറയുണ്ടെന്നും അവർ ഈ ചൂടാക്കേണ്ട ആവശ്യമില്ല, പശുവിന് ഒരു സ്റ്റീമർ ആണെന്നുള്ള ഡിഷിലേക്ക് ഞാനും മനസ്സിലാക്കി. അതിനുശേഷം എന്താ വെച്ചാൽ ഞാൻ ഒരു സാധനം തീറ്റ വേവിക്കാതെയാണ് കൊടുത്തിരുന്നത്. അന്ന് വെച്ചാൽ ധാന്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് വേവിച്ച് കുഴച്ചിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചോളപ്പൊടി സാധനങ്ങളൊക്കെ കുതിർത്തി കൊടുക്കാൻ തുടങ്ങി. കുതിർത്തി നമ്മളൊരു പുട്ട് കുഴയ്ക്കുന്ന രീതിയിലാക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഡ്രിങ്കിങ് ബൗളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെറിയൊരു ഫാമിൻ്റെ രീതിയിലേക്ക് വന്ന്. പിന്നെ രണ്ടാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പുല്ലും കച്ചിയും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നത്. വേറെ എപ്പോഴും എന്താ വെച്ചാൽ ആ ഒരു അയച്ചു കെട്ടാൻ ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്ന് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അരിഞ്ഞിട്ട് സാധാ പുല്ല് കൊടുക്കും. കട്ട് ചെയ്യുന്ന സ്റ്റാഫ് കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ എനിക്ക് 50% സബ്സിഡിയിൽ സ്റ്റാഫ് കട്ടർ കിട്ടി. മിൽക്കി മെഷീൻ വന്നു. അങ്ങനെ എല്ലാ അത്യാവശ്യം യന്ത്രവൽക്കര ഇതൊക്കെ ആയി. ഇപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തീറ്റ രണ്ടാമത് ഒന്നും കൂടി മാറ്റി. ഇപ്പൊ എന്താ വെച്ചാൽ സ്റ്റാഫ് കട്ടറിൽ കട്ട് ചെയ്ത് സൈലേജ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ സൈലേജ് ഉണ്ടാക്കുന്നുണ്ട്. സൈലേജ് ഈ സാധാ പുല്ലും കൂടി കൊടുത്തിട്ടാണ് ഇപ്പൊ നിർത്തുന്നത്. പെല്ലറ്റ് നേരെ കൊടുക്കുന്നു. പിന്നെ മിനറൽസ് വെച്ചാൽ ഞാൻ നേരിട്ട് കൊടുക്കുകയാണ്, ഇതിൽ മിക്സ് ചെയ്യുന്നില്ല. ഇപ്പൊ നിലവിൽ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് കേട്ടതിന് ശേഷം TMR രീതിയിലേക്ക് തീറ്റ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അത് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് TMR കൊടുത്തിട്ടുണ്ട്. മിൽമേന്റെ TMR ഒരു 1.5 മാസക്കാലം ഒരു 5 പശുക്കൾക്ക് കൊടുത്തിരുന്നു. അതിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്തുകൊണ്ടോ ഒരു ചെറിയൊരു അലർജി മൊത്തം മിക്സ് ചെയ്തിട്ട് ആ പശുവിന് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 25-30 കിലോന്റെ അടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ പശുക്കളും ഒന്നുപോലെ തിന്നുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ആവശ്യമുള്ള തിന്നുന്നുണ്ട്, ബാക്കിയുള്ളത് മറ്റേ തട്ടിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇന്നലെ പറഞ്ഞത് അങ്ങനെ തന്നെയുള്ള ആവശ്യമുള്ള തിന്നും. 24 മണിക്കൂർ പോലെ മുന്നിൽ ഇങ്ങനെ തീറ്റ വേണം. അപ്പൊ അത് നല്ല ലാഭകരമായിട്ടുള്ള രീതിയിലാണ്. എന്താ വെച്ചാൽ അതിൽ പണി വളരെ കുറവ്. നമ്മൾ ചാക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ആകെ 525 രൂപ ഉണ്ടെങ്കിൽ ഒരു പശുവിന്റെ തീറ്റ ഒരു ദിവസം കഴിയുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് അത് 20ന്റെ താഴേക്ക് പാല് വരുന്ന പശുവിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ലോസാ വരുന്നത്. അതിലൊരു ലാഭം ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് കൂലി വരാൻ കിട്ടാത്തതാണ് വിഷയം. അപ്പോൾ അത് പാല് കൂടുതലുള്ള പശുക്കൾക്ക് ഇത് കൊടുത്തിട്ടേ അതിന്റെ മെച്ചം കാണുന്നുള്ളൂ. അല്ലാത്ത പശുവിൽ നമ്മളിത് കാണുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാം കൂടി മെയിൻ്റെനൻസ് വരുമ്പോൾ എന്താ വെച്ചാൽ ഉൽപാദനം കൂട്ടുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ള നമ്മൾ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. സൈലേജ് ആക്കുന്നുണ്ട്. സൈലേജും പുല്ലും കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ TMR ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ TMR ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ വന്നത്. പിന്നെ ഇപ്പം എൻ്റെ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പശുക്കൾ നിന്നോടത്ത് നിന്ന് നിൽക്കുകയാണ്, കെട്ടുന്ന കയറൊന്നും അയക്കാറില്ല. ആകെ ഡെലിവറി സമയത്ത് മാത്രമാണ് ഒന്ന് അയച്ച് പുറത്തിറക്കുന്നത്, അല്ലാതെ ഇറക്കുന്നില്ല. അപ്പൊ അതൊരു ഫ്രീലാൻഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജനുവരിയോടുകൂടി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നമ്മളിപ്പോ അയച്ചു കെട്ടിനെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്, തുറന്നു വിടണമെന്നാണ് പറഞ്ഞത്. നമ്മള് പുറത്തൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രാഥമിക മുന്നോടിയായിട്ട് അനിയൻ ഇപ്പൊ ഒരു ചെറിയ തൊഴുത്തുണ്ടാക്കിയപ്പോൾ അത് ഫ്രീലാൻഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാരണം നൗഷാദ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരു മാസമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കി പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടെ മാറ്റണം. അപ്പൊ അത് അതിന്റെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ കന്നുകുട്ടികളെ ഇപ്പൊ നിർത്തുന്നില്ല. ഒരു 1.5-2 വർഷത്തിന്റെ അടുത്തായിട്ട് കന്നുകുട്ടികളെ നിർത്തുന്നില്ല. എല്ലാത്തിനെയും 10 ദിവസം 15 ദിവസം ആകുമ്പോഴത്തേക്കും പോറ്റാനായിട്ടും അല്ലാതെയും കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ഇനിയിപ്പോ ഒരു ജനുവരി കഴിയുമ്പോൾ തൊട്ട് കൂടുണ്ടാക്കി അതിൽ നിർത്തണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ പശുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് 25 ദിവസമായിട്ടുള്ളൂ. ഇതിന് നമ്മുടെ നാട്ടിലെ പുൽപ്പള്ളിയിൽ തന്നെയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഇതിനിപ്പം നമ്മൾ വെച്ചാൽ 85,000 റുപ്യ കൊടുത്തിട്ടുള്ളൂ. ഒരു 4-5 ദിവസം കൊണ്ട് പ്രസവിക്കും. പക്ഷെ ഇത് വന്ന പാടെ തന്നെ ഇതിന് തൈലേറിയ. അപ്പൊ നമ്മൾ അന്നേരം ഇതിന്റെ ക്ഷീണം കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വാങ്ങുമ്പോഴാണോ പുറത്തുനിന്ന് കൊണ്ടുമ്പോഴാണോ ലാഭകരമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ അത് നമ്മൾ റിസ്ക് കുറവ് നമ്മൾ ഇവിടുത്തെ പശുക്കൾ തന്നെ എടുക്കുന്നതാണ്. കാരണം ഇവിടെയും നല്ല പശുക്കളുണ്ട്, നാട്ടിലുണ്ട്, അവിടെയുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല പശുക്കള് പിന്നെ നല്ലതുണ്ടെങ്കിൽ ആരും കൊടുക്കൂല. അത്യാവശ്യം കറവയുള്ള വീട്ടിലാണ് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അവര് പിന്നെ അത് നല്ല പശുക്കൾ ആരും കൊടുക്കൂല. അതിപ്പോ ഞാൻ അവര് കൊടുക്കും, പക്ഷെ അവരുടെ അടുത്ത് നല്ല പശുക്കൾ കേറൂല. അതാണ് എന്റെ മാറ്റം. അപ്പൊ അവര് സൈഡായിട്ടാണ് നടത്തുന്നത്, അല്ലാതെ വരുമാന മാർഗമായിട്ടല്ല. അല്ല. അപ്പൊ അവര് വീട്ടില് വേറെ തൊഴിലുണ്ടാവും. അപ്പൊ അതിനോടനുബന്ധിതമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതലാവും അവർക്കും പോറ്റാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന പശുക്കൾക്ക് നല്ല പശുക്കൾ. അല്ലാതെ നമ്മൾ കച്ചവടക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അന്നേരം അവർക്ക് കിട്ടാനില്ല. പിന്നെ ഈ വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ ലേശം മാർക്കറ്റും കൂടുതലാ. കച്ചവടക്കാരുടെ അടുത്ത് അത്രയും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ അടുത്താ കുറവ്. വീടുകളിൽ ഞങ്ങൾക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞാൽ അതിൽ വലിയ മാറ്റമൊന്നും വരാനില്ല. ഇപ്പൊ ഇന്നിപ്പോ അനിയൻ ഒരു പശുവിനെ എടുത്തിട്ടുണ്ട്. അത് ഇന്നലെ പോയിട്ട് പിന്നെ 96 റുപ്യ പറഞ്ഞാണ്. പിന്നെ ലാസ്റ്റ് എടുക്കാണ്ട് വന്നു. അവര് കുറച്ച് കൊടുക്കൂലെന്ന് പറഞ്ഞു. പിന്നെ 1 റുപ്യോട് കൂട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പം ഇത് നമ്മൾ ഈറോഡ് കൊണ്ടുവന്ന പശുവാണ്. ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്, അല്ല കഴിഞ്ഞ നവംബർ 15-ാം തീയതി കൊണ്ടുവരുന്ന വഴിക്ക് പ്രസവിച്ച പശു. അത് ഇതിനൊരു 20 ലിറ്ററിനടുത്ത്. പക്ഷെ ഇതിപ്പോ ചെന ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഈ 25-ാം തീയതിക്ക് 9 മാസം പൂർത്തിയാവും. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ബീജം വെച്ച് കുത്തിവെച്ചുണ്ടായതാണ്. 1 പ്രസവമായിട്ടുള്ളൂ. ആദ്യത്തെ പ്രസവത്തിന് 25 ലിറ്ററിന് മേലെ പാലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ചെന ഇതിപ്പോ 8 മാസമായി. അടുത്ത മാസം പ്രസവിക്കും. ഇത് ബ്രൗൺ ബെള്ളറിന്റെ വീതം വെച്ച് ഉണ്ടായതാണ്. കന്നുകാലി വികസന ബോർഡിന്റെ മേൽനോട്ടത്തിൽ അവര് ഇതിന്റെ തള്ളാനെ മിൽക്ക് റീഡിങ് നടത്തി അതില് കുത്തിവെച്ചുണ്ടായ കുട്ടിയാണിത്. അങ്ങനെ നമ്മളിപ്പോ ബീജം കുത്തി വെക്കുമ്പോൾ നമ്മൾ നോക്കിയാ ശ്രദ്ധിച്ചാൽ നല്ല കുട്ടികളെ കിട്ടും. പക്ഷെ അന്നേരം എന്ന് വെച്ചാൽ ഈ ബീജമൊക്കെ നമ്മൾ വെക്കുമ്പോൾ ലേശം വലിപ്പമുള്ള കുട്ടികളായിരിക്കും. അപ്പോ പശു അത്രയ്ക്ക് വലിപ്പത്തിലുള്ള പശുവിൽ വെച്ചാൽ നന്നായി. പിന്നെ ഇതും നല്ല ബീജം തന്നെയാണ് നിങ്ങള് കുത്തിവെക്കല്? ഞാന് ഒന്നെങ്കിൽ HF അല്ലെങ്കിൽ പ്യൂർ HF. പിന്നെ ഇവര് മിൽക്ക് റീഡിങ് നടത്തുന്ന പശുവിന് മാത്രമേ നമ്മള് ബ്രൗൺ ബുള്ളറിന്റെ ബീജം കുത്തിവെക്കാൻ ആവശ്യപ്പെടില്ല. അവരത്രേ ഇറക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ സംഘത്തില് ഒരു 10 സെമനൊക്കെ ഇറക്കാറുള്ളൂ. അത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആള് ആവശ്യപ്പെട്ട ആളാണ് അത് ചെയ്യാറുള്ളൂ. പിന്നെ അതിൽ മൂരിക്കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയിക്കോളും. ഏകദേശം ഒരു 12,000-12,500 റുപ്യ നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് അതിന്റെ ഒരു 2 കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്. വേറെ അവര് 2 മാസത്തിനുള്ളിൽ കൊണ്ടുപോകും. 1 മാസം കഴിഞ്ഞ് 1.5 മാസം ആകുമ്പത്തേ അവര് കൊണ്ടുപോകും. അങ്ങനെയാവുമ്പോ പക്ഷെ അത് എല്ലാത്തിനെയും കൊണ്ടുപോകുന്നില്ല. അത് അവര് അതായത് അവര് കുത്തിവെച്ച ബീജാണെന്ന് അവർക്ക് ഉറപ്പുവരുത്തണം. അവര് പിന്നെ തള്ളേന്റെ ബ്ലഡ് എടുക്കും, കുട്ടീന്റെ ബ്ലഡ് എടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോകുള്ളൂ. പിന്നെ അതിന് വേറെ രോഗങ്ങളോ അല്ലെങ്കിൽ അതിന് നടത്തി അതിന് ബീജോത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടോന്ന് നോക്കിയതിന് ശേഷം അവർ കൊണ്ടുപോകുള്ളൂ. ഓക്കെ ആണെങ്കിൽ കൊണ്ടുപോകുള്ളൂ. എന്റെ അടുത്ത് 3 കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മള്
തൃശ്ശൂർ മണ്ണൂത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്ന് ബീജം ചെയ്യാൻ വേണ്ടിട്ടാവും ഒരു കുട്ടികളെ സെമൺ എടുക്കാൻ വേണ്ടിട്ടാവും കൊണ്ടുവന്നത്. ഈ 2 പശുക്കളും അതിന്റെ ഒപ്പം കൊണ്ടുവന്നു. അങ്ങനെ 3 പശുക്കളെ ഞാൻ ഈറോഡിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം പിന്നെ നവംബർ 15 ഇവിടെ ഉണ്ടായതാണ്. ഇത് ഇവിടെ ഉണ്ടായതാണ്. ഇത് ഇവിടെ ഉണ്ടായതാണ്. ഇതും അതേ സെമൻ വെച്ച് കുത്തിവെച്ച പശുവാണ്. ഇത് 8 മാസം ജനയായിട്ടുണ്ട്, അല്ല 7 മാസം ജനയായിട്ടുണ്ട്. കറവ വിടാൻ പിന്നെ 2-3 ദിവസം കൊണ്ട് വിടും. പ്രായം ഇതിന് അധികം പ്രായമൊന്നും ആയിട്ടില്ല, 3 വയസ്സായിട്ടുള്ളൂ. ഇത് നല്ല ഹെവി പശുക്കളാണ്. ഇതിന് ഏകദേശം എത്ര വയസ്സാകുമ്പോഴാണ് കുത്തിവെക്കല്? ഞാന് ഒരു 13 മാസം 14 മാസം ആകുമ്പോഴത്തേനും. ഇതിന് പ്രസവ സമയത്ത് തൈലേറി വന്ന് കാല് പൊട്ടി ഒടിച്ച് ആപ്പാടെ പ്രശ്നമായി. ഇതിനൊരു 35 ലിറ്റർ പാല് കിട്ടിയാനെ. പക്ഷെ അത് വന്നിട്ട് നമുക്ക് ആദ്യം 27-28 കിട്ടി, പിന്നെ അത് 20ലേക്ക് വന്നു. ഇത് ഒരുപാട് പ്രശ്നമാക്കിയ പശുവാണ്, കന്യ പ്രസവത്തിൽ തന്നെ. ഇതിന്റെ കാലൊക്കെ വലിയതായിട്ട് വന്ന് പൊട്ടി ഒലിച്ച്, പിന്നെ ഇപ്പൊ എന്താണെന്നറിയില്ല, അത് അവിടെ ഒരു നീര് വന്നിട്ടുണ്ട്. അത് എന്ത് ആണെന്ന് നമുക്കറിയില്ല, പുറത്തുനിന്നുള്ള നീരാണ്. ഡോക്ടർ പരിശോധിച്ചൊക്കെ ഉള്ളിലല്ല, പുറത്താണ്. അപ്പൊ അത് എന്തുകൊണ്ട് വന്നു എന്നറിയില്ല. ഇതിന്റെ തള്ളയ്ക്കും ഇത് ആ കിടക്കുന്ന പശുവിന്റെ തള്ളയാണ് ഇതിന്റെയും തള്ള, ഇതിന്റെ അനിത്യം. അത് ഇവര് മൊത്തം പ്രശ്നക്കാരാണ്. അത് ഒരേ ഈ വനത്തിൽപ്പെട്ടതാണ്. പക്ഷെ എന്താ വെച്ചാൽ നല്ല പശുക്കളുമാണ്, പ്രതിരോധം തീരെ ഇല്ല. എപ്പോഴും എന്ത് ഓടി വന്ന് പിടിക്കുന്ന ഇവർക്ക് രണ്ടാക്കും. പക്ഷെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 40ന്റെ മേലെ പാലിട്ടാനുള്ള പശുവുണ്ട്, കിട്ടുകയും ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനകത്തുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനിയിപ്പം അതിനാണ് നമ്മൾ ഫ്രീലാൻഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് അയച്ചുവിട്ട കുറെ സമാന മാറ്റം. എല്ലാരും പറയണത് അയച്ചുവിട്ടാല് നടക്കുമ്പോഴാണ്. അതിപ്പോ നമ്മളും അങ്ങനെ തന്നെ. ഇപ്പൊ നമുക്ക് ഷുഗർ ഉണ്ടാവുമ്പോ പിന്നെ ഇത് ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള പശുവല്ലേ. അപ്പൊ നിന്നോടത്ത് നിന്ന് ഇതിന്റെ കൈയും കാലും അനങ്ങാണ്ട് ഇത്രയും വെയിറ്റ് താങ്ങി നിൽക്കുന്നില്ല. പിന്നെ നമ്മളെ തൊഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന കണ്ടിട്ട് ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കുന്നതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പശുക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ശരിക്കും നിരപ്പ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ അന്നേരം നമ്മൾ മൂത്രം ഇതൊക്കെ ഒഴുകി പോകേണ്ട ഒരു സാഹചര്യം വെള്ളമുണ്ട് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ 5 പ്രസവം കഴിഞ്ഞ പശുവാണ്. ഇതിവിടെ ഉണ്ടായതാണ്. ഈ പറയുന്ന ബീജം ഇതിന്റെ തള്ളക്ക് കുത്തിവെച്ചുണ്ടായതാണ്, ഫസ്റ്റ് ഉണ്ടായതാണ്. ഇത് അന്നത്തെ സമയത്ത് നമുക്ക് ഇതിന് പ്രൈസ് കിട്ടിയ പശുവാണ്, കുട്ടിയായിരുന്നപ്പോ. ഇത് പിന്നെ 2 വയസ്സാകുമ്പോഴത്തേക്കും പ്രസവിച്ചു. അത്രയും കെയർ ചെയ്ത് നോക്കിയ പശുവാണ്. ഇതിന് പിന്നെ ഇപ്പോ 6 മാസം ചില കഴിഞ്ഞു, 7ാം മാസത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 ദിവസം കൂടി ഉള്ളു. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിന് 32 ലിറ്റർ 35 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുന്നുണ്ട് 32 ലിറ്റർ പാൽ. അന്നേരം ഈ ചെന ഇത്രയായി, തീറ്റ കുറച്ചിട്ടുണ്ട്. 5 പ്രസവം കഴിഞ്ഞാണ്, 6ാമത്തെ ചെനയാണ്. ഇതും ബ്രൗൺ പിള്ളറിന്റെ ബീജം വെച്ചുണ്ടായതാണ്. ഇതിന്റെ തള്ളയിലാണ് നമ്മൾ ബ്രൗൺ പിള്ളർ ബീജം കുത്തിവെച്ചത്. അപ്പൊ രണ്ടിനും ഇപ്പൊ നമ്മള് സെമണ് മാത്രല്ല തള്ളേനെ നോക്കണം, അതിന്റെ അമ്മേനെ അച്ഛനെ നോക്കണം. ഇത് പിന്നെ അതൊക്കെ വെച്ചാൽ ഇവര് 40 ലിറ്റർ വരെ പാല് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കുത്തിവെച്ചത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടുമായിരുന്നു, അതും അപ്പുറത്തേനും കിട്ടും. ഇടക്കിടക്ക് അസുഖം വന്നതുകൊണ്ടല്ലേ. അതിനെന്ന് കറുപ്പ് കൂടുതൽ വരുന്നതിന് അസുഖം കുറവ് അങ്ങനൊന്നുമില്ല. അതെല്ലാരും നമ്മൾ വെറുതെ പറയുന്നത്, എല്ലാത്തിനും കണക്കാണ്. അതേപോലെ പാലില് ക്വാളിറ്റി പറയാൻ പറ്റില്ല. വെള്ള പശുവിന് പാല് ക്വാളിറ്റി കുറവാന്ന് പറയുന്നത് അതൊന്നും എന്റെ അനുഭവത്തിലില്ല. പിന്നെ നമുക്ക് പിന്നെ HF ജേഴ്സി ആയിട്ട് ചെറിയൊരു മാറ്റമുണ്ട്. അത് ക്രോസിൽ വരുമ്പോഴല്ല. പക്ഷെ എന്താ വെച്ചാല് ഇതിനൊക്കെ നല്ല കൊഴുപ്പുള്ള പാലാ, ഒരു പ്രശ്നമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ 2ാമത്തെ ചെന നിറഞ്ഞിരിക്കുകയാണ്. ഇതിനും 7 മാസം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് 4-5 ദിവസം ഉള്ളു. ഈ 4ാം തീയതി വന്നാൽ 7 ഫുള്ളാവും. എല്ലാ പശുക്കൾക്കും പേരുണ്ട്. നമ്മൾ ടാഗ് നമ്പർ നോക്കിയിട്ടല്ല പറയുന്നത്, നമ്മൾ തന്നെ നോക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പേരിട്ടുണ്ട്, എല്ലാവരും നമുക്കറിയാം. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അബോർഷനായ പശുവാണ് കഴിഞ്ഞ 2ാമത്തെ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 വയസ്സാവണതിന് മുമ്പ് പ്രസവിച്ച പശുവാണ്. ആദ്യത്തെ ചെന 7 മാസം കറവ് വിട്ടപ്പോൾ ഇത് അബോർഷനായി പോയി. പിന്നെ 3 മാസം കഴിഞ്ഞ് കുത്തി വെച്ചിട്ടാണ് ഇപ്പത്തെ ഇത്രയും വന്നിട്ടുള്ളത്. 2ാമത്തെ ഇപ്പൊ 3ാമത്തെ ചെനയാണ് കണക്കിന്. പക്ഷെ ഇതിന് പ്രായം തീരെയില്ല, 4 വയസ്സായിട്ടില്ല. ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ കുട്ടിയാണ്. ഇതിന് അന്നേരം ഉണ്ടായിരുന്നു 20ന്റെ മേലെ 22-23 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. പക്ഷെ അന്നേരം അതിന് തീരെ പ്രായം കുറവായിരുന്നു. ഈ അടുത്ത പ്രസവത്തിലേക്ക് 30 ലിറ്ററിന്റെ അടുത്ത് പാല് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ തള്ള വെച്ച് കഴിഞ്ഞാല്
ഇതിന്റെ തള്ളയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിനായിട്ടുള്ളൂ. എന്താ വെച്ചാൽ അതിന്റെ കുളമ്പ് അങ്ങോട്ട് ചെരിഞ്ഞ് തീരെ ഇല്ലാതെ പിന്നെ ഷൂ അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ നിൽക്കുന്നു. ഇത്രയും പ്രായം തോന്നുന്നു തന്നെ ഇല്ല. 10 വർഷം കഴിഞ്ഞിട്ടും അവിടെ കിടക്കുന്ന ആ പശുവിന്റെ പിന്നെ മൂത്തടാവാണ് ഇതിന്റെ തള്ള. നമ്മള് വീട്ടില് കുട്ടികളെ വളർത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രസവം വരെ വരേണ്ട അതിന്റെ പിന്നെ അമ്മേനെ ശരിക്കും അറിയാം. നമുക്ക് അല്ല, അതിന്റെ മുമ്പോട്ടുള്ള ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതിന്റെ 2-3 തലമുറ മുമ്പുള്ളത് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അവരുടെ സ്വഭാവം പഠിക്കാൻ കഴിയും, അസുഖങ്ങളും കാര്യങ്ങളും. പക്ഷെ ഇതിന്റെ തള്ളയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് പാല് ചേർന്നു. തള്ളാനേക്കായും കൂടുതൽ പാല് പോകും. അതുകൊണ്ട് നമുക്ക് വെച്ചാൽ ഇത് കൂടുതൽ തീറ്റ കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഉത്പാദനം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു ലിമിറ്റ് ചെയ്ത് തീറ്റ കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ 12 മണിയാകുമ്പോഴത്തേക്കും പാല് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ ചെനയാണ് 5 മാസം ചെനയായിട്ടുണ്ട്. 3ാമത്തെ ചെനയാണ്. 2 വർഷം. അല്ല, അത് മൂത്രത്തിൽ വരുന്ന യൂറിന്റെ ഇതാണ്, അല്ലാതില്ല. പക്ഷെ പശു ഇത് 10-25 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. 20 വരെ നിർത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പത്തെ ഇത് ചരന്നു പോകും. അകിട് വെക്കും. അതുകൊണ്ട് എപ്പോഴും ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മുലയൊന്നും പോകാതെ നോക്കിക്കുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. മെയിൻ അതാണ്. ഉണക്കലാണ്. അല്ല, വെയിലത്ത് ഉള്ളിച്ച് ഉണക്കലുണ്ട്. പക്ഷെ മഴ കൊള്ളൂല. ഇതിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഇതാവും. പിന്നെ ഒരാഴ്ച തന്നെ ഉണക്കം അങ്ങോട്ട് വരുള്ളൂ. വലിച്ചം കിട്ടുകയും അവിടെ വന്ന് വേണ്ടി കയറ്റി പോകും. ഇനി കുറച്ച് കൊടുക്കലാണ് ഏകദേശം. പിന്നെ ഇതിന്റെ മൂത്രവെള്ളം അവിടെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ടാങ്കാണ്. ഒരു 14-10 ടാങ്കാണ്. വീതി നീളവും 9 അടി താത്തമുണ്ട്. അത് നേരെ പിന്നെ ലോക്കോയിപ്പെട്ട് പുല്ലിലേക്ക് എത്തുകയാണ്. അവിടേക്ക് ഒരു ഏകദേശം 600 മീറ്റർ ദൂരത്തിൽ പൈപ്പ് ഇട്ടുണ്ട്. 100 പൈപ്പിന്റെ മേലെ ഉണ്ട്. ശൈലേജും പുല്ലും കൊടുക്കണതിന്റെ മാറ്റം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? പുല്ല് ശൈലേജ് ആക്കി കൊടുക്കാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, ഞാൻ പുല്ലല്ല ശൈലേജ് ആക്കി കൊടുക്കുന്നത്. ഞാൻ ചോള ഇറക്കുന്നുണ്ട്. അപ്പൊ ചോളത്തിന് ടൈറ്റ് വരുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ടാണ് ഞാനൊരു 30 ബാരൽ ഇറക്കി ഇത് സൈലേജ് ആക്കി സ്റ്റോക്ക് ചെയ്തേക്കാണ്. അപ്പൊ എന്താ വെച്ചാൽ കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ സൈലേജും പുല്ലും കൂടി കൊടുക്കും. അല്ലാത്ത സമയത്ത് ചോളം കട്ട് ചെയ്ത് ചോളം ഇതാ കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ചാല് പിന്നെ അതല്ല, എന്നും വരുന്നുണ്ടെങ്കിൽ ആദ്യം ആയത് പിന്നെ ഒരു മാസത്തിന് മേലെ ആയത് സൈലേജ് പിന്നെ ഇവിടെ വെക്കാറില്ല. അത് കൊടുക്കും. എന്നിട്ട് ഇതാക്കും. അപ്പൊ ഇറക്കുമ്പോ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടണ്ണിൽ കൂടുതൽ ഇറക്കാറില്ല. 1-2 പിന്നെ ദിവസങ്ങളിൽ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ടണ്ണൊക്കെ ഇറക്കും. അപ്പൊ കൊണ്ടുവരുന്ന ആൾക്ക് എളുപ്പമാണ്, നമുക്ക് എളുപ്പമാണ്. വെച്ചാൽ അവിടെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്കുള്ള നമുക്ക് പ്രശ്നങ്ങളില്ല. ഇല്ല, അത് ചോളം കൂടി വരുന്നതുകൊണ്ട് ചെറിയൊരു മാറ്റത്തിന് വരുന്നുള്ളൂ. അതിൽ കാര്യമായിട്ട് മാറ്റം നമുക്ക് ഇത്രയും പശുക്കളിൽ വരുമ്പോൾ വരാനില്ല. അപ്പൊ അത് ചോളം പിന്നെ കൊടുക്കാതെ പുല്ല് മാത്രമാകുമ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഞാൻ ചോളപ്പൊടിയോ അല്ലെങ്കിൽ തവിടോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഈ പെല്ലറ്റ് പിന്നെ ചോളവും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതും പെല്ലറ്റ് വളരെ അളവ് കുറവാണ്. എൻ്റെ ഫാമിൽ പശുക്കളെ ഇൻഷുർ ചെയ്യാറില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ടു ഒരു പശുവിനെ കൊണ്ട്. എന്നുവെച്ചാൽ 2 മാസം അതിന് അസുഖമായിട്ട് നോക്കിയിട്ടാണ് അത് ചാകുന്നത്. 15 ദിവസം വീടിന്റെ മുമ്പിൽ കിടന്നിട്ട് വലിച്ചു കിടന്നു. നമുക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കാര്യം കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത്രയും വിഷമം അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. കാര്യം അത് 72,000 റുപ്യ എനിക്ക് കിട്ടി. ഞാനന്ന് പിന്നെ അതിന് ട്രീറ്റ്മെന്റ് മെഡിസിൻ തന്നെ മേടിച്ചു. 10-35,000 റുപ്യയുടെ മേലെ മെഡിസിൻ മേടിച്ചു. ഡോക്ടർ കൊടുത്തു വേറെ. ഈ 2 മാസക്കാലം നമ്മൾ ആകപ്പാടെ കഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് ഇൻഷുർ ചെയ്യുന്നതിൽ താല്പര്യമില്ല. പിന്നെ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഈ സർക്കാരിന്റെ എന്തെങ്കിലും പൈസ കിട്ടണേ അല്ലെങ്കിൽ എന്തെങ്കിലും ലോണിന്റെ എന്നിട്ട് അന്നേരം ഇൻഷുർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 പശുക്കൾക്ക് ഇവിടെ ഇൻഷുർ ഉണ്ട്. അതേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ 1 വർഷത്തേക്കുള്ളൂ. പിന്നീട് അത് പുതുക്കാറില്ല. പിന്നെ 10 പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ ഒരു പശു മേടിക്കുന്ന പൈസ വേണം. അപ്പൊ 20 പശുവിനെ നമ്മളിപ്പോ ഇത്രയും പൈസ പിന്നെ ഇൻഷുർ ചെയ്യണമെങ്കിൽ സുഖമായിട്ട് 2 പശുവിനെ മേടിക്കാം. ഏകദേശം ഒരു പശുവിനെ ഇൻഷുർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പിന്നെ ഏകദേശം ഇതിനെല്ലാം 90,000 റുപ്യ 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് വില വരുന്നതാണ്. ആ ഒരു റേഞ്ചിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഏകദേശം 8,000 റുപ്യ 9,000 റുപ്യ വേണം ഇൻഷുർ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് 2 പശുവിനെ സുഖമായിട്ട് മേടിക്കാം. ഈ 20 പശുവിനെ ഇൻഷുർ ചെയ്താലും. അപ്പൊ അത്രയും പിന്നെ ഒരു പിന്നെ ഇത് കേട് വരാറില്ല നമുക്ക്, നമ്മുടെ അനുഭവം കൊണ്ട്. പിന്നെ ഒന്നിച്ചൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇൻഷുർ ചെയ്യാൻ ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് നമ്മൾ വേറെ ഒരെണ്ണം മേടിച്ചാൽ മതി. അത് പിറ്റേ കൊല്ലത്തേക്ക് 1 വർഷം നമുക്ക് കിട്ടാറുള്ളൂ ഇത്രയും പൈസ കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ കുട്ടി ഉണ്ടാവും, അതിന്റെ ലാഭം ഉണ്ടാവും, തള്ളയുണ്ടാവും.
അപ്പൊ നമ്മൾ ആ 2 വർഷം കൊണ്ട് നമ്മൾ ഇൻഷുർ ചെയ്യുന്ന പൈസ എത്ര അസുഖം വന്നോട്ടെ അതിലും കവിഞ്ഞു പോകും. 2 പശുവിനെ ഞാനിപ്പോൾ അഡീഷണൽ മേടിച്ചാൽ ഈ ഇൻഷുർ ചെയ്യുന്ന പൈസ മാത്രം മതി. ആ ഒരു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ബാധ്യത ഉണ്ടെങ്കിൽ ഇൻഷുർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പറയുന്നുണ്ട്. അതല്ല നമ്മൾ സ്വന്തം മൂലധനം മുടക്കി നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോയെങ്കിൽ ഒരു കാരണവശാലും ഇൻഷുർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. എന്താ വെച്ചാൽ അവർ നമ്മളെ നന്നാക്കാനല്ല, അവർക്ക് നന്നാവാനാണ്. ഏത് വിധേനയും അവർ പൈസ നമുക്ക് എങ്ങനെ തരാതെ നോക്കാം എന്നാണ് അവരെ ഇത്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മാസം ഞാൻ നോക്കേണ്ട വന്നത്. ഇല്ലെങ്കിൽ അത് എപ്പോഴോ ദയാവാദത്തിന് അവർക്ക് കൊടുക്കാം. പക്ഷെ അത് ഡോക്ടറും സമ്മതിക്കുന്നില്ല, ഇവരും സമ്മതിക്കുന്നില്ല. അല്ല, ഞാനും അതേമാതിരി പശുക്കളെ അസുഖങ്ങൾ വന്നിട്ട് ഒന്നല്ലെങ്കിൽ ചാവണം, നമുക്ക് കൊല്ലാട്ട് തോന്നുന്നു. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അത് ലാസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അതാണ് ഞാൻ അങ്ങനെ കുറെ ചെയ്തു. കാരണം എന്താ വെച്ചാൽ അല്ലാതെ കൊടുത്തു ഒഴിവാക്കി. കാരണം കൊല്ലാൻ നമുക്ക് തോന്നണില്ല. ഇതിപ്പോ അസുഖം വന്ന പശു അതാ എനിച്ചിരിക്കുന്നത്. അത് എങ്ങനെയായ പശു വന്നത് അതിപ്പോ നന്നായിട്ട് വന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് അതിലിപ്പോ നഷ്ടം എന്ന് പറയാനില്ല. ഇപ്പോഴും അതിന് 18 ലിറ്റർ പാലുണ്ട്. പശുവിന് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഇറച്ചി വിലക്ക് കൊടുത്താൽ തന്നെ ഒരു 35 റുപ്യ 40 റുപ്യന്റെ അടുത്ത് കിട്ടും. ഇല്ല ഇനിയിപ്പോ ചെന പിടിക്കുകയാണെങ്കിൽ അതൊരു മുതലാണ്. 2 പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് നോക്കുന്നു. ഇത് സ്റ്റാഫ് കട്ടറാണ്. ഇതൊരു 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എനിക്ക് അന്ന് പ്രധാനമന്ത്രിന്റെ സ്കീമില് 50% സബ്സിഡിയിൽ ഞാൻ മേടിച്ചതാണ്. അതിന്റെ ബില്ല് നമ്മൾ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ് ചെയ്തത്. അല്ല, അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ചോളം കംപ്ലീറ്റ് കട്ട് ചെയ്താ കൊടുക്കുന്നത്. ഇപ്പൊ 4 വർഷമായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ ബ്ലേഡും ബെൽറ്റും ഒക്കെ ഇടയ്ക്ക് മാറാറുണ്ട്. ബ്ലേഡ് ഇപ്പൊ ഒന്ന് മാറി. പിന്നെ നമ്മൾ സ്വന്തം രാവി ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ സ്വന്തം തന്നെ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഇതിൽ പ്രോഫിറ്റ് നമ്മൾ ഏകദേശം വർക്കുകളൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു. ഇത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് കൊണ്ടുവന്നപ്പം ആർക്കും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നും ബെൽറ്റ് വിട്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ആള് വന്ന് ഇത് അലൈൻമെന്റ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അലൈൻമെന്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ട് അലൈൻമെന്റ്. അപ്പൊ അന്നേരം അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിന്റെ ചാവി ലൂസ് ആവുമായിരുന്നു. ചാവി ഷാപ്പിലിട്ടേക്കുന്ന ചാവി ലേശം മില്ലിങ് കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ അത് ഷിം വെച്ച് അടിച്ച് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ സംഭവം റെഡിയായി. അന്നേരം നമ്മൾ അതിലേക്ക് പോയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇത് ബ്ലേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊരി എടുത്തിട്ട് എനിക്ക് സ്പെയർ ഒരു ബ്ലേഡും കൂടി ഉണ്ട്. ഇത് മൂർച്ച പോകുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇത് പലകയിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ കട്ടർ വെച്ചിട്ട് ഞാൻ ഒരേ പല്ലും രാവി കൊടുത്ത് ഇത് വാള് പോലെ തന്നെ ആക്കിയിട്ട് മൂർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൂറിൽ ഒരു 1.25 ടണ്ണ് ഒക്കെ അടിക്കാൻ കഴിയുന്നുണ്ട്. 1 ടണ്ണ് ഷുവറായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇതിന്റെ ഗ്രില്ലുണ്ട്. ഇത് തെറിച്ചു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് കുറച്ച് സാധനം അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ഇവിടെ ഒരു മറ വെച്ച് കൊടുക്കും അടിക്കാൻ നേരത്ത്. അപ്പൊ 1 ടണ്ണൊക്കെ ഒന്നിച്ചടിച്ച് വലിച്ചിടലാണ്. ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 2 കിൻഡിൽ കൂടുതൽ അടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 2 കിൻഡിൽ അടിക്കാൻ പറ്റില്ല. ആ 1 കിൻഡിലൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പത്തി ഇവിടെ ലോഡാവും, പിന്നെ വലിച്ചിടണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഗ്രില്ല് ഞാൻ അയച്ചതിന് മേലെ ഇട്ടിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒഴിവാക്കി ടെറസിന്റെ മേലേക്ക് ഇട്ടേക്കാണ്. അതവിടെ കിടക്കുകയാണ്. ഇവിടെ നമ്മള് ഹർബാന ഉണ്ട്. ഹർബാന നേരെ ഇങ്ങനെ കുത്തിന് വെച്ച് അതിനകത്തൊരു ചാക്കം വെച്ചു കൊടുക്കും. ഇതിലൊരു ചാക്കം ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ തെറിക്കില്ല, അങ്ങോട്ട് പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് നമ്മളത് ഗ്രില്ല് ഉപയോഗിക്കാത്തത്. അപ്പൊ നമുക്ക് ഇത് തടസ്സം വരുന്നില്ല. ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വലിച്ചിടാൻ കഴിയും. ഇവിടെ ബ്ലോക്ക് ആവൂല. പിന്നെ ഇതിന്റെ ഈ കായ് ഒരെണ്ണം വന്ന് ഈ ബെൽറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ബെൽറ്റ് പൊട്ടും. ഇത് ബെൽറ്റ് തെന്നി വരും, അവിടെ ചാടും, പൊട്ടും. ഇതിപ്പോ അവര് വെച്ച സ്റ്റോപ്പർ അല്ല. ബെൽറ്റ് വീണ് കഴിഞ്ഞാൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വന്തം ഒരു ഐഡിയയിൽ വെച്ചതാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് തണ്ണി വീണാൽ ഇത് നിൽക്കും, അല്ലെങ്കിൽ അപ്പൊ കട്ടാവും. ഈ ഒരു ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 രൂപ വിലയുണ്ട്. ഇത് വീഴുമ്പോഴത്തേക്ക് ഇതിൽ വീണ് കട്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം തന്നെ 2-3 ബെൽറ്റൊക്കെ പൊട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സ്റ്റോപ്പർ വരുത്താണ്. വീണാ അതിൽ നിൽക്കും, ചിലപ്പോൾ കട്ടാവും. ഇല്ലെങ്കിൽ അത് ഇനി എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പോകാറുള്ളൂ. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് നമ്മളിത് തന്നെ കട്ട് ചെയ്ത് സൈലേജ് ആക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ സൈലേജ് ആക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ലെയർ ഒരു കൊട്ട ഇതിട്ട് അതിനകത്ത്
ബെല്ലവും അത് കഴിക്കണം. ശൈലേജ് ഉണ്ടാക്കിക്കുന്ന ഈ ബെൻഡലിലാണ്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ലോക്ക് ഉണ്ട്. നമ്മളല്ലാണ്ട് കെട്ടി വെക്കലും കാര്യങ്ങളൊക്കെ ചിലടത്ത് ശൈലേജ് ഉണ്ടാക്കണ കണ്ടിരുന്നു. ഈ ബെൻഡലിന് ഒരു ലോക്ക് ഉണ്ട്. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എയർ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഇത് അത് നല്ല ടൈറ്റിൽ നിറയ്ക്കണം ആദ്യം, എന്നിട്ട് വേണം ഇത് അമർത്തി 4 ആൾ പിടിച്ചിട്ട് വേണം ലോക്ക് ഇടാൻ, അല്ലെങ്കിൽ ലോക്ക് സെറ്റ് ആവൂല. അപ്പൊ അല്ലെങ്കിൽ പൂപ്പൽ വരും. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ മാസം 30-ാം തീയതി പിന്നെ ഇട്ട സാധനമാണ്. 10-ാം മാസം 30-ന് ഇട്ടതാണ്. അപ്പൊ ഈ ഏകദേശം ഇപ്പൊ 25 ദിവസമായി. അപ്പൊ ഇതെന്ന് വെച്ചാൽ കൊടുക്കാൻ ഭാഗമായി. നമ്മളൊരു 5 ദിവസം കഴിഞ്ഞാൽ കൊടുക്കും. ഒരു മാസത്തിൽ കൂടുതലൊന്നും വയ്ക്കലില്ല. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക നമ്മള് നിറച്ച് വെച്ച് കഴിഞ്ഞാല്? ഇപ്പൊ ഇത് കൊടുക്കാൻ പാകത്തിന് ഭാഗമായതാണ്. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നല്ല മണം ഉണ്ടാവും. നിങ്ങൾ മണത്ത് വയ്ക്കി നോക്ക്. നല്ല പിന്നെ നമ്മള് ഈ ബാറ്റി വെച്ച മണത്തിന്റെ ഇതുപോലെ ഉണ്ടാവും. മറ്റേ നമ്മൾ ഇന്നലെ കണ്ട സൈലേജ് പോലെ അല്ല. പക്ഷെ ഇത് ഇപ്പൊ അവരിൽ നിന്ന് മറ്റേ നമ്മളെ ദിലീപേട്ടൻ പറഞ്ഞത് ഇത് പിന്നെ വെടിമരുന്നിലേക്ക് ആറ്റം ബോംബ് കൂട്ടും പോലെയാണെന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഈ ചോളം മാത്രം മതി, ഈ ബെല്ലോ ഈസ്റ്റും കൂട്ടേണ്ട ആവശ്യമില്ല. അന്നേരം അവര് പിന്നെ ബിറ്റാണ് ഉണ്ടാക്കുന്നത്. അതിലിപ്പോ മാറ്റങ്ങളുണ്ട്. കോൺക്രീറ്റ് ഭിത്തി കെട്ടി അതിനകത്ത് ബിറ്റിലാണ് നിറയ്ക്കുന്നത്. എന്നിട്ട് വണ്ടിയും കൊണ്ട് അമർത്തായിരിക്കും, അല്ലാണ്ട് അമർത്താൻ കഴിയില്ല. പിന്നെ അത് 2 മാസം കഴിഞ്ഞ് 60 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെടുക്കുന്നത്. നമ്മളിത് 15 ദിവസം കഴിഞ്ഞെടുക്കും. അപ്പൊ ഏകദേശം രണ്ടും കണക്കായിരിക്കും. ഇതിൽ ബാക്ടീരിയ ആയി വരണമെങ്കിൽ ഇത്രയും വേണം. അപ്പൊ ഈ ബാക്ടീരിയ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലോ ഈസ്റ്റും ചേർക്കുന്നത്. അത് ചെറിയ അളവിൽ ചേർത്താൽ മതി. ഇപ്പൊ ഒരു ടണ്ണിലേക്കൊക്കെ ഒരു 3 കിലോ 4 കിലോ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ആകും. അപ്പൊ കൂടുതൽ ദിവസം വെക്കേണ്ടതില്ല. ഇപ്പൊ ഞാനിവിടെ ഒരു 30 ബാരലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തുടർച്ചയായിട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്നും നിറയ്ക്കുകയാണെങ്കിൽ നമുക്കിത് മെയിൻ്റെനൻസ് 10 ദിവസം കൊണ്ട് അല്ല പാതി. ഇതിപ്പോ എന്നുമില്ല, തീറ്റ വരുമ്പോൾ ഞാൻ 2-3 ദിവസം അല്ലാതെ കൊടുക്കും. അല്ലാത്ത സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ 3-ൽ 1 ഭാഗം പുല്ലും 2 ഭാഗം സൈലേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ കച്ചിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇപ്പം. അതുകൊണ്ട് ചാണകത്തിന് ലേശം ലൂസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇതിന് പിന്നെ ഫൈബറിന്റെ കണ്ടന്റ് കുറവായി വരുന്നതുകൊണ്ട്. മറ്റേ കച്ചിയും കൂടി കൂടുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആവും. അപ്പൊ കച്ചി നല്ലതല്ല ഉള്ളത്. ഇപ്പൊ ഇത് ആ റോളിരിക്കുന്നതെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ കച്ചിയാണ്. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. ഒരു 15 ദിവസം വെള്ളത്തിൽ കിടന്നതാണ് മഴയായിട്ട്. അതുകൊണ്ട് കൊടുക്കാൻ മടിച്ചിട്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് സൈലേജ് ആക്കിയാൽ പിന്നെ തുടലുമില്ല, അതിഞ്ഞ് കളയുള്ളൂ. എന്ന് വെച്ചാൽ പശു പ്രസവ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ കച്ചിയെ നിരത്തിയിട്ട് അതിനകത്ത് കിടത്തുകയാണ്. അതുകൊണ്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കത് പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഈ കച്ചിയൊക്കെ കൂടി വലിച്ചു കൂട്ടി അങ്ങ് വാരിക്കൊണ്ട് കളഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ആ കച്ചി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചി കൊടുക്കുന്നില്ല ഇപ്പോൾ. ഇതെന്ന് വെച്ചാൽ നല്ല ഇഷ്ടത്തിന് തിന്നും. നമ്മൾ പുല്ല് കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടത്തിന് തിന്നും. പിന്നെ ഒരു വയറ് അറിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആവശ്യമില്ല. അവർ 2 നേരം തീറ്റ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട. നന്നായിട്ട് തിന്നും, നല്ല ഇഷ്ടത്തോട് തിന്നും. നമ്മൾ സാധാരണ കൊടുക്കുന്നതിനൊക്കെ തിന്നും. പിന്നെ ആദ്യം സാറ് ഇന്നലെ പറഞ്ഞു ഇത് അത്ര ഹാർഡായത് കൊടുക്കാൻ പാടില്ല. ഇത് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാല് കുറയും. എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഇതിനകത്താണ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചോളം വേണം, നല്ലതാണ്. അതിന് സെയിം തന്നെ, അതിലും ബെറ്റർ ആണ്. നിങ്ങൾ ഇത്രയും മൂപ്പുള്ള സാധനം നമ്മള് നേരിട്ട് കൊടുക്കും. പക്ഷെ മൂപ്പര് പറഞ്ഞ ശൈലേജ് ആയിട്ടില്ല, ഒന്നും കൂടി സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അതാവാറുണ്ട്. പ്രശ്നങ്ങളും അല്ല. അതല്ല, ഇത് കണ്ടില്ലേ ഇത്രയും ഹാർഡായ സാധനം എന്താ ഇത് പിടിക്കുമ്പോ നോക്ക് ഇതിങ്ങനെ പോകുന്നുണ്ടോ. ഇത് പക്ഷെ നിന്നോളൂ. അങ്ങനെ ആടാവുമ്പോ ജനത്തിന് പ്രശ്നം വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ഇത്ര ദിവസമായി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് വരുന്നത്.